ഹലോ അസ്സലാമു അലൈക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി മടക്ക് പത്തിരിയാണ് കാണിക്കാൻ പോകുന്നത്. നമുക്കിത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അതുപോലെ നോമ്പ് തുറയുടെ ടൈമിലൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്നാക്കാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. വളരെ സിമ്പിളാണ്. നമുക്ക് ചട്ടിപ്പത്തിരിയുടെ അതേ ടേസ്റ്റാണ്, പക്ഷേ അതിനേക്കാളും വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഒരു 3 സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സവാളയൊക്കെ ഒന്ന് പെട്ടെന്നൊന്ന് വഴണ്ടി വരാനായിട്ട് ഇതിലേക്ക് ഒരല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിനടുത്തതായിട്ട് ഞാനിവിടെ കുറച്ച് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതായത് ഏകദേശം 2 പച്ചമുളക് ഉണ്ട്. പിന്നെ 1 ടീസ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അതുകൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റാം. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നന്നായിട്ടൊന്ന് വഴണ്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മഞ്ഞൾപ്പൊടിയെല്ലാം ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ഞാൻ ഇതിലേക്ക് ബീഫാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഏകദേശം ഒരു 100 ഗ്രാമോളം ബീഫ് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുരുമുളക് പൊടിയും ഇട്ടിട്ട് ഉപ്പും കൂടിയിട്ട് വേവിച്ചെടുത്തിട്ട് മിക്സിയുടെ ജാറിലിട്ട് ഒന്നങ്ങ് ക്രഷ് ചെയ്തെടുത്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് ബീഫിന് പകരം ചിക്കൻ ഉപയോഗിക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫിഷ് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ ചെമ്മീനൊക്കെ വെച്ച് ചെയ്യുകയാണെങ്കിലും നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ചെമ്മീനൊക്കെ വെച്ച് ചെയ്യുമ്പോൾ ആദ്യം ചെമ്മീൻ മാരിനേറ്റ് ചെയ്തിട്ട് അതൊന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം ആ ഒരു സെയിം ഓയിലിൽ നമ്മൾ സവാള വഴറ്റിയെടുത്താൽ മതി. അപ്പം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് മുട്ടയുടെ ഫില്ലിങ് വെച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് ഗരം മസാലയും അതുപോലെ തന്നെ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ്. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫില്ലിങ് നമുക്കൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കണം. അപ്പോൾ ഇതൊന്ന് തണുത്ത് വരട്ടെ. അപ്പോൾ നിങ്ങളിൽ ആരെങ്കിലും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോക്ക് താഴെ ഇതുപോലെ ചുവന്ന നിറത്തിലൊരു സബ്സ്ക്രൈബ് എന്ന് എഴുതിയത് കാണാം. അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു കുഞ്ഞു ബെല്ലിൻ്റെ പടം വരും. അതിൽ 3 ഓപ്ഷൻസ് കാണാം. ഇതുപോലെ അതിന് മുകളിലുള്ള ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് മുടങ്ങാതെ കാണാൻ കഴിയും. ഇനി നമുക്കിതിലേക്ക് വേണ്ട ദോശ തയ്യാറാക്കാനായിട്ട് നമുക്ക് 1 കപ്പോളം മൈദമാവ് വേണം. ഞാൻ ഇവിടെ 250 ml മെഷറിംഗ് കപ്പിൽ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അത് മിക്സിയുടെ ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് 1 കപ്പിന് നിങ്ങളുടെ കപ്പ് അളവിലൊന്നും ഇല്ലെങ്കിൽ ഏകദേശം 1 ഗ്ലാസ് മൈദ എടുത്താൽ മതി. അതിലേക്ക് 1 മുട്ട ഒന്ന് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളക്, നിങ്ങൾക്ക് എരിവിന് ആവശ്യത്തിനുള്ള കുറച്ച് കുരുമുളക് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഈ ഒരു മാവിന് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഏകദേശം 1 കപ്പിൻ്റെ അടുത്ത് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു തിക്നെസ് നോക്കിയിട്ട് വേണമെങ്കിൽ കുറച്ചുകൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് ഒരു കളറിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ചുകൂടി ഒന്ന് ലൂസായിട്ട് വേണം നമ്മുടെ ബാറ്റർ. അതുകൊണ്ട് ഇതിലേക്ക് ഒരല്പം കൂടി വെള്ളം ഒഴിച്ചിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സി അടിച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ ദോശമാവ് ഒരുപാട് തിക്നെസ് ഒന്നും വേണ്ട, ഇതുപോലെ ലൂസായിട്ടുള്ള ഒരു മാവാണ് വേണ്ടത്. അപ്പോൾ നമ്മുടെ മാവ് റെഡിയായി. അതുപോലെ തന്നെ ഫില്ലിങ്സും നന്നായിട്ട് തണുത്ത് വന്നു. ഇനി നമുക്കൊരു പാൻ വെച്ച് ചൂടാക്കിയിട്ട് ഇതിലേക്കൊന്ന് ദോശ ചുട്ടെടുക്കാം. അതിനായിട്ട് ഒരു വലിയ സ്പൂണിൽ മുഴുവനായിട്ട് ഞാൻ ബാറ്റർ എടുത്തിട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് പാൻ ഇങ്ങനെ ചുറ്റിച്ച് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ സാധാരണ ദോശ ഇടുന്നത് പോലെ വേണമെങ്കിൽ ഏതാണോ നിങ്ങൾക്ക് എളുപ്പത്തിൽ തോന്നുന്നത് അതുപോലെ ചെയ്യാം. അതിനുശേഷം ഈ ഒരു മാവ് ആറി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഒരു 2 സ്പൂണോളം നമ്മൾ ഉണ്ടാക്കി വെച്ച ഫില്ലിങ്സ് ദോശയുടെ ഒരു സൈഡിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ മുഴുവനായിട്ട് വെക്കേണ്ട ആവശ്യമില്ല, ഇതുപോലെ പകുതി സ്ഥലത്ത് വെച്ച് കൊടുത്താൽ മതി. അതുപോലെ അറ്റത്തോളം ഞാൻ വെച്ച് കൊടുക്കുന്നില്ല. എന്നിട്ട് ഇതുപോലെ ബാക്കി ഇപ്പുറത്തെ സൈഡിൽ നിന്ന് അപ്പുറത്തെ സൈഡിലേക്ക് ഒന്ന് മടക്കി കൊടുക്കാം. അപ്പോൾ മടക്കി എടുത്തിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ നമ്മുടെ ഫില്ലിങ്സ് പുറത്ത് വരും. അതുകൊണ്ട് തന്നെ നന്നായിട്ട് ഇതുപോലെ സ്പാച്ചില വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് കുറച്ചൊരു ഗീ ഒന്നങ്ങ് തടവി കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഒരു 1/2 സ്പൂൺ എടുത്തിട്ട് ബാറ്റർ എടുത്തിട്ട് ഇതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ 1 സ്പൂണായിരുന്നു ഒഴിച്ചത്, ഇപ്പോൾ ഏകദേശം ഒരു 1/2 സ്പൂണാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം മടക്കി വെച്ചിരിക്കുന്ന ഈ ഒരു ദോശ ഉണ്ടല്ലോ, അതിൻ്റെ സൈഡ്സിലൂടെ വേണം ഇത് ഒഴിച്ചു കൊടുക്കാനായിട്ട്. അല്ലെങ്കിൽ
നമ്മൾ അടുത്തത് മടക്കിയെടുക്കുമ്പോൾ അവിടെ പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ നേരത്തെ ചെയ്ത പോലെ തന്നെ ഫില്ലിങ്സ് വെച്ച് കൊടുക്കുക. അതുപോലെ തന്നെ ഈ ഒരു ദോശ ആറി തുടങ്ങുന്നതിന് മുമ്പ് വേണം നമ്മൾ ഫില്ലിങ്സ് വെച്ച് കൊടുക്കാനായിട്ട്. മുഴുവനായിട്ട് ആറി തുടങ്ങുന്നതിൻ്റെ മുമ്പ് വെച്ച് കൊടുക്കുക. എന്നിട്ട് നേരത്തെ മടക്കി വെച്ചിരിക്കുന്ന ആ ഒരു സൈഡ് ഇപ്പുറത്തെ സൈഡിലേക്ക് ഇട്ടിട്ട് ഇതുപോലെ ഒന്നങ്ങ് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് മുഴുവനായിട്ട് നമ്മൾ ഇതുപോലെ തന്നെയാണ് ചെയ്തെടുക്കുന്നത്. നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ ഒരു ബാക്കിയുള്ള ഭാഗത്തേക്ക് ഒരു ഹാഫ് സ്പൂൺ കൂടി ഒഴിച്ചിട്ട് ഒരു പകുതി ദോശ കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ഫില്ലിങ്സ് വെച്ച് കൊടുക്കാം. ഈ ഒരു സെയിം സ്റ്റെപ്പ് തന്നെ നമുക്ക് എത്രത്തോളം ബാറ്റർ ഉണ്ടോ അത്രത്തോളം ചെയ്യാം. അതുപോലെ ഫില്ലിങ്സും ബാറ്റർ എത്രയോളം ഉണ്ടോ അത്രത്തോളം ചെയ്തെടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി കഴിയുമ്പോൾ ഇത് മറിച്ചിടുമ്പോഴൊക്കെ നമുക്കിത് പൊട്ടാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. അതുപോലെ കൂടുതൽ ഫില്ലിങ്സ് വെച്ചാലും പൊട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ടൈമൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു 3-4 ലെയറൊക്കെ ചെയ്തിട്ട് 2 മടക്ക് പത്തിരി ആക്കിയിട്ട് എടുത്താലും മതിയാകും. ഞാനിപ്പോൾ ഇത് മുഴുവനായിട്ട് ഇത് വലിയൊരു സോസ് പാനാണ്. അപ്പോൾ നിങ്ങൾ കാണുമ്പോൾ കുറച്ച് കുഞ്ഞാണെന്ന് തോന്നുമെങ്കിൽ ഇത് അത്യാവശ്യം നല്ലൊരു വലുപ്പമുള്ള സോസ് പാനാണ്. അപ്പോൾ ഞാനിത് മുഴുവനായിട്ട് ഒരു മടക്ക് പത്തിരി ആയിട്ടാണ് ചെയ്തെടുക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫസ്റ്റ് ടൈം ചെയ്യുന്നവർ ഒരിക്കലും ഇത് മുഴുവനായിട്ട് ചെയ്യുകയാണെങ്കിൽ ഇത് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. അതൊന്ന് ശ്രദ്ധിക്കുക. ചെറിയതാകുമ്പോൾ നമുക്കിത് പെട്ടെന്ന് നല്ല വൃത്തിയിൽ തന്നെ കിട്ടും. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മടക്കിയിട്ട് ഒന്നുകൂടി പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ബാറ്റർ തീരുന്നത് വരെ ഞാൻ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കട്ടെ. അപ്പോൾ നമ്മൾ സാധാരണ ചിക്കനൊക്കെ ഇട്ടിട്ട് ചെയ്യുന്ന ചട്ടിപ്പത്തിരിയുടെ സെയിം ടേസ്റ്റ് തന്നെയാണ് ഇതുപോലെ നമ്മൾ ചെയ്തെടുക്കുമ്പോൾ. അപ്പോൾ ഈ ഒരു മടക്ക് പത്തിരി ആയതുകൊണ്ട് തന്നെ നമുക്ക് ചട്ടിപ്പത്തിരിനേക്കാളും കുറച്ചുകൂടി സിമ്പിളായിട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഓരോരോ ദോശ ചുട്ടെടുത്ത് അതുപോലെ മുട്ടയിൽ മുക്കി അങ്ങനെയൊക്കെയാണ് നമ്മൾ ചട്ടിപ്പത്തിരി ചെയ്യാറ്. അപ്പോൾ അതിനേക്കാളും സിമ്പിളാണ് ഈ ഒരു മടക്ക് പത്തിരി ആകുമ്പോൾ. ലാസ്റ്റിൽ ഇതുപോലെ സൈഡ്സൊക്കെ ഒന്ന് ഒട്ടി നിൽക്കാനായിട്ട് കുറച്ച് ബാറ്റർ സൈഡിലൂടെ ഒന്ന് ഒഴിച്ച് കൊടുക്കാം. അതുപോലെ തന്നെ ഹോളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്നങ്ങ് അടച്ചു കൊടുത്താൽ മതി. ആ ഒരു ഫില്ലിങ്സ് പുറത്ത് വരാതിരിക്കാൻ ഒന്നങ്ങ് അടച്ചു കൊടുക്കുക. അതിന് ശേഷം നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് ബാക്കിയുള്ളതൊക്കെ ഞാനൊന്നങ്ങ് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ഇതുപോലുള്ള കുറച്ച് ബാക്കിയുള്ള ഭാഗങ്ങൾ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. അതുപോലെ തന്നെ 2 സൈഡും നന്നായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ഗോൾഡൻ ബ്രൗൺ ആകുന്നത് വരെ ഒന്നങ്ങ് മറിച്ചിട്ടും അതുപോലെ തിരിച്ചിട്ടും എടുക്കാം. ഇപ്പം നമ്മുടെ മടക്ക് പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഒരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. ഇത് കുറച്ചൊന്ന് തണുത്തതിന് ശേഷം കട്ട് ചെയ്യുന്നതാണ് നല്ലത്. ചൂടോടെ കട്ട് ചെയ്യുമ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. ഞാനിപ്പോൾ ചൂടോടെയാണ് കട്ട് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ചൂടോടെ കട്ട് ചെയ്യുമ്പോൾ നമുക്കിത് കത്തിയിലൊക്കെ ഒട്ടിപ്പിടിക്കുന്ന, അതായത് നമ്മുടെ ഫില്ലിങ്സ് പുറത്ത് വരാനുള്ള കുറച്ച് ചാൻസ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് പിന്നെ ചൂടാറിയതിന് ശേഷം കട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ കട്ട് ചെയ്യുക. ഞാനിപ്പോൾ ഒന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. കണ്ടില്ലേ, നല്ല ലെയറായിട്ട് നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും മറക്കല്ലേ. പിന്നെ പ്രീവിയസ് വീഡിയോസൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പി ആയിട്ട് വരുമ്പോഴേക്കും താങ്ക് യു.